അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷുഹൈബ്, ഫോർട്ട് കൊച്ചിയിലാണ്. എനിക്ക് അക്ബർ സാറിനോട് ചോദിക്കാനുള്ളത് അനന്തരാവകാശത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് സംശയങ്ങളാണ്. അതിൽ ഇസ്ലാമിൽ പുരുഷനാണ് സംരക്ഷണ ചുമതല, സ്ത്രീക്ക് അത്തരം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതാണ്. അവൾ സംരക്ഷിക്കപ്പെടേണ്ടവൾ മാത്രമാണ്. ആയതുകൊണ്ട് തന്നെ അവൾക്ക് അനന്തര സ്വത്ത് ഭാഗിക്കുമ്പോൾ കുറച്ചാണ് കൊടുക്കുന്നത്. അവൾക്ക് കിട്ടിയത് അവളുടെ ആവശ്യത്തിന് വേണ്ടി പോലും വേണമെങ്കിൽ മാത്രം ചിലവാക്കിയാൽ മതിയല്ലോ. കാരണം അവളുടെ ഉത്തരവാദിത്വം മുഴുവനും പിതാവിൻ്റെയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെയോ അതും അല്ലെങ്കിൽ മകൻ്റെയോ ചുമതലയിലാണല്ലോ. ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു ഒറ്റ ഭാര്യ, അതുപോലെ തന്നെ ഒറ്റ മകൾ, ഒറ്റ സഹോദരി, ഇങ്ങനെ അവകാശികളായി വരുമ്പോൾ ഭാര്യയ്ക്ക് 8/1 മാത്രം അവകാശമുള്ളപ്പോൾ സഹോദരിക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് 8/3 ഓഹരിയാണ്. ഇത് മൊത്തം ഭാഗിക്കുന്നതിനെ 8 ഓഹരികളാക്കിയാൽ 4 ഓഹരികൾ മകൾക്കും 1 ഓഹരി ഭാര്യയ്ക്കും 3 ഓഹരി സഹോദരിക്കും ലഭിക്കുന്നതാണല്ലോ. ഇവിടെ ഈ സഹോദരിക്ക് കൊടുക്കുന്നതിലെ ന്യായം എന്തായിരിക്കും എന്നുള്ളതാണ്. കൂടാതെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ ഈ സഹോദരിക്ക് സൂക്ഷിച്ചു വെക്കുവാൻ അഥവാ പെട്ടിയിൽ വെക്കുവാനാണോ ഈ സഹോദരി സഹോദരൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് അവകാശപ്പെട്ടത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. കൂടാതെ ആരുടെയും സംരക്ഷണ ബാധ്യത ഇല്ലാതെ മറ്റൊരു കുടുംബത്തിൽ മറ്റൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്ന അല്ലെങ്കിൽ കഴിയേണ്ടി വരുന്ന ഈ സഹോദരിക്ക് അല്ലെങ്കിൽ ഈ വനിതയ്ക്ക് എന്തിനാണ് ഭാര്യയ്ക്ക് കൊടുക്കുന്നതിൻ്റെ 2 ഇരട്ടി കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. താങ്ക് യു. അനന്തരാവകാശ നിയമങ്ങൾ ഏതോ വിമർശകന്മാർ എഴുതിയത് വായിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും നന്നായി ഇടങ്ങാറായി ഖുർആനത്തത് ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഇടങ്ങാറായിട്ടുള്ള പരിശ്രമത്തിലാണ് കുറേ ആളുകൾ. അതിൻ്റെ ഫലമായിട്ടാണ് സ്ത്രീകൾ മാത്രം അനന്തരാവകാശികളായി വരുന്ന സന്ദർഭത്തിൽ അവിടെ സംരക്ഷണം എന്നുള്ള പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ അർഹരായ ആളുകൾക്ക് കുറച്ച് കൊടുത്തുകൊണ്ട് അനർഹരായ ആളുകൾക്ക് കൂടുതൽ കൊടുക്കുന്നു എന്നാണ് വാദം. അഥവാ ഈ പറഞ്ഞതുപോലെ ഭാര്യയും മകളും അതേപോലെ സഹോദരിയും മാത്രമാകുമ്പോൾ എന്താണ്, സഹോദരിക്ക് 8/3 ലഭിക്കും, മകൾക്ക് 8/4 ലഭിക്കും, ഭാര്യയ്ക്ക് 8/1 ലഭിക്കും. അപ്പോൾ ഭാര്യയുടെക്കാളും കൂടുതൽ സഹോദരിക്ക് ലഭിക്കും. അത് അനർഹരായവർക്കല്ലേ കിട്ടുന്നതെന്നാണ്. ഈ അർഹതയും അനർഹതയും എല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി സഹോദരി അനർഹമായ ഒരാളല്ല. സഹോദരി ഇവിടെ ഈ എഴുതിയ ആള്, ഈ ചോദ്യം എഴുതിയ ആള് സങ്കല്പിച്ചിട്ടുള്ള വിവാഹിതയാണ് സഹോദരി എന്നുള്ള അടിസ്ഥാനത്തിലാണ്. സഹോദരി വിവാഹിത അല്ലെങ്കിലോ എന്ന തിരിച്ചുള്ള ചോദ്യമുണ്ട്. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഖുർആനിലെ തെറ്റുകൾ കണ്ടുപിടിക്കണം, അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി കണ്ടുപിടിച്ചൊരു സംഗതിയാണ് ഇത് എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കണം. ഇവിടെ ഇവരുടെ തന്നെ വാദങ്ങൾക്ക് എതിരായിട്ടാണ് ഈ വാദം എന്നുള്ളതാണ് സത്യം. വളരെ അനന്തരാവകാശ ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. വളരെ കുറച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഇവരെന്നെ പറയണത് എന്താ, ആണുങ്ങളെക്കാളും പെണ്ണുങ്ങളെക്കാളും ആണുങ്ങൾക്ക് കുറച്ച് കൊടുത്തു. ഇവിടെ മരിച്ച സഹോദരൻ, ആ സഹോദരൻ ഒരു വാപ്പാന്റെ മോനാണ്. ഇസ്ലാമിലെ നിയമങ്ങളുടെ മാനവികത നിങ്ങൾ മനസ്സിലാക്കണം. ആ വാപ്പയിൽ നിന്ന് സഹോദരിയുടെ ഇരട്ടി കിട്ടിയിട്ടുണ്ട്. അല്ലേ? സഹോദരിക്ക് പകുതി കിട്ടിയിട്ടുള്ളൂ, സഹോദരന് സഹോദരിയുടെ ഇരട്ടി കിട്ടിയിട്ടുണ്ട്.
ആ ഇരട്ടി കിട്ടിയതിന് കാരണം എന്താണ്? ഈ സഹോദരിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ സഹോദരനുണ്ട് എന്നുള്ളതാണ്. ഈ സഹോദരനാണ് മരിക്കുന്നത്. ഈ സഹോദരൻ മരിക്കുമ്പോൾ സഹോദരിക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്വത്ത്, അല്ലെങ്കിൽ സഹോദരിയുടെ ഇരട്ടി ഇയാൾക്ക് കിട്ടിയ ആ ഇരട്ടി അയാളുടേതായിട്ടുണ്ട്. ആ സ്വത്ത് സ്വാഭാവികമായും ഈ സഹോദരിക്ക് സംരക്ഷിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ അവൾക്ക് ലഭിക്കണം. ഇസ്ലാമിന്റെ മാനവികതയാണത്. അവൾക്ക് സംരക്ഷിക്കാനില്ലാത്ത അവസ്ഥയിൽ അവൾക്ക് ലഭിക്കണം. അതേസമയം ഭാര്യക്കോ മകൾക്കോ കിട്ടുന്നത് കുറയുണ്ടോ? കിട്ടുന്നത് കുറയണില്ല. ഭാര്യക്കിപ്പോൾ ഈ ഭാര്യക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ഇതേ 8-1 ഈ എത്ര മക്കൾ അവർക്കുണ്ടെങ്കിലും ഭാര്യക്കുള്ള 8-1 ഒന്നും കുറയൂല. അതേപോലെ തന്നെ ഈ മക്കൾ, ആ മകൾക്ക് കിട്ടുന്നത് കുറയുണ്ടോ? മകൾക്ക് കിട്ടണവും കുറയണില്ല. മകൾക്ക് കിട്ടേണ്ടത് വളരെ കൃത്യമായി കിട്ടുന്നു. അതേസമയം ഈ സഹോദരി ഇയാളുടെ മരിച്ച ഇയാളുടെ സംരക്ഷണത്തിലുള്ള ആളാണ്. ആ സംരക്ഷണം എന്ന ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ പിതാവിൽ നിന്ന്, അല്ലെങ്കിൽ അയാൾക്ക് അനന്തരം ലഭിച്ച ആളുകളിൽ നിന്ന് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതൽ കിട്ടിയതിൻ്റെ ഒരു ബാധ്യത, ആ ബാധ്യത എന്താ നമ്മൾ സാധാരണ പറയാറുള്ളത്? ഈ സഹോദരനെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ്. ആ സംരക്ഷണത്തിൻ്റെ ഉള്ള ബാധ്യത നിർവഹിക്കേണ്ട സഹോദരൻ അവസാനിക്കുന്നു. വാപ്പയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ വാപ്പയിൽ നിന്ന് ഈ കിട്ടിയ സ്വത്തിൻ്റെ ഒരു അംശത്തിന് കൂടി ആരർഹയാണ്? സഹോദരി അർഹയാണ്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം എത്ര സൂക്ഷ്മമാണ്, എത്ര കൃത്യമാണെന്ന് നിങ്ങൾ നോക്കുക. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ അനന്തരാവകാശത്തിനെ വിമർശിക്കാൻ വേണ്ടി ഏതോ സാധു ഇടങ്ങാറായി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചാണിത്. പക്ഷേ അതുപോലും നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമങ്ങളുടെ കൃത്യതയും സാധുതയും സ്ത്രീപക്ഷവുമാണ് നമ്മൾ കാണുക. അതാണ് സ്ത്രീപക്ഷം എന്ന് ഞാൻ പ്രത്യേക അടിവരട്ട് പറയാം. കാരണം എപ്പോഴും പറയുന്നതാ പെണ്ണുങ്ങൾക്കെതിരെ. ഇപ്പം വെറും പെണ്ണുങ്ങൾക്കെതിരാണോ? അല്ല. ഇവിടെ എന്താ, നമ്മളുടെ ഭാഗത്തെ പൊളിക്കാനാണ് ഇവർ പറഞ്ഞത്. എന്തിനാണ്? ഒരു പുരുഷനാണല്ലോ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഏൽക്കേണ്ട പുരുഷൻ മരണപ്പെടുമ്പോൾ ആ ഉത്തരവാദിത്തം എന്നുള്ള ഉത്തരവാദിത്തത്തിന് ഉപോത്ബലകമായ അയാൾക്ക് കിട്ടിയ സ്വത്തിൻ്റെ ഒരു അവകാശം കൂടി ആർക്ക് പോകുന്നു? അയാൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾക്ക് പോകുന്നു എന്ന് മാത്രമേയുള്ളൂ. ഇവിടെ ഇസ്ലാമിലെ നിയമമാണ് സമഗ്രം. അത് ഇവരെന്നെ ഗവേഷണം ചെയ്തുണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് സന്തോഷത്തോടു കൂടി ഒന്നുകൂടി സ്ട്രെസ് ചെയ്തുകൊണ്ട് അത് പറയാം. നിങ്ങൾ പരിശോധിച്ചാൽ ഏത് വിമർശനം, അതുകൂടി ഞാൻ ഇത് പറയുമ്പോൾ പറയട്ടെ, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ഏത് വിമർശനം ഉന്നയിച്ചാലും ആ വിമർശനങ്ങളല്ല, ഇസ്ലാമിലെ അനന്തരാവകാശത്തിൻ്റെ 3 തലങ്ങളുണ്ട്. വെറുതെ ഉള്ള മുതൽ എല്ലാവർക്കും കൊണ്ട് യൂരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൻ്റെ അടിത്തറ. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൻ്റെ അടിത്തറ എന്ന് തന്നെ എന്താണെന്ന് വെച്ചാൽ, സ്വത്ത് എന്നത് പടച്ചവൻ നൽകുന്നതാണ്. പടച്ചവൻ്റേതാണ് സ്വത്ത്. നമ്മൾ കൈകാര്യകർത്താക്കൾ മാത്രമാണ്. ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് കൈകാര്യകർത്തൃം ചെയ്യുമ്പോൾ തന്നെ ആ സ്വത്തിന് മറ്റു ചിലർ അവകാശികളുണ്ട്, അവർക്ക് കൊടുക്കണമെന്ന് പടച്ചവൻ കൽപ്പിച്ചു. അതുകൊണ്ട് കൊടുക്കണം. അതിനാണ് സക്കാത്ത് എന്ന് പറയാം. ചിലതിന് 2.5%, ചിലതിന് 5%, ചിലതിന് 10%, ചിലതിന് 20% എല്ലാം കൊടുക്കേണ്ടതുണ്ട്. അത് പടച്ചവൻ പറഞ്ഞുകൊണ്ട് കൊടുക്കണം. കാരണം എന്താ? പടച്ചവൻ ഏൽപ്പിച്ച സ്വത്താണ്, നമ്മുടേതല്ല സ്വത്ത്, നമ്മുടേതല്ല. ഒരു മുസ്ലിം വിശ്വസിക്കുന്നത് അവൻ സമ്പാദിക്കുന്ന സ്വത്തെല്ലാം അള്ളാഹു അവന് നൽകിയതാണെന്നാണ്. ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞവർക്ക് കൊടുക്കേണ്ടതുണ്ട്. മരണപ്പെടുന്നതോടുകൂടി അയാൾക്ക് അയാളുടെ സ്വത്തിനുള്ള അവകാശം കഴിഞ്ഞു. പിന്നെ ആ പടച്ചവനെ ഏൽപ്പിച്ച സ്വത്ത് പടച്ചവൻ പറഞ്ഞവർക്ക് കൊടുക്കണം, അത്രയേ ഉള്ളൂ. പടച്ചവൻ പറഞ്ഞവർക്ക് കൊടുക്കുമ്പോൾ അവിടെ ആരോടും ഒരു അനീതിയുമില്ല എന്നുള്ളതാണ് നമ്മുടെ വാദം. അത് കൊടുക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിലെ നിയമങ്ങളിൽ 3 അടിത്തറകളുണ്ട്. ഒന്നാമത്തേത് ബന്ധുത്വമാണ്, റിലേഷൻഷിപ്പാണ്. അഥവാ ഒരാൾക്ക് ഏത് രൂപത്തിലുള്ള റിലേഷൻഷിപ്പാണ് ഉള്ളത് ആ റിലേഷൻഷിപ്പിനനുസരിച്ചാണ്, ബന്ധുത്വത്തിനനുസരിച്ചാണ് ഇത് കൊടുക്കുക. രണ്ടാമത്തേത് തലമുറകളുടെ അന്തരമാണ്, അഥവാ ജനറേഷൻ ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വ്യത്യസ്ത തലമുറകൾ ഉണ്ടാകുമ്പോൾ ആ തലമുറകൾക്കനുസരിച്ചാണ് കൊടുക്കുക. മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്തത്തിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ആർക്കാണോ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് അതിനനുസരിച്ച്, ഇയാളുടെ മരണം വഴി ആർക്കാണോ ഉത്തരവാദിത്വം വരുന്നത് അതിനനുസരിച്ച് സ്വത്ത് കൂടുതലുണ്ടാവും, കുറവുണ്ടാവും. ഇതേപോലെ തന്നെ ബന്ധുത്വത്തിൻ്റെ കാര്യത്തിലും ബന്ധുത്വം ആരോടാണോ കൂടുതലുള്ളത് അതിനനുസരിച്ചുണ്ടാവും. അത് പല രൂപങ്ങളിൽ വരും. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആണിനേക്കാളും കൂടുതൽ
പെണ്ണിന് കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും. ഒരുപാട് സന്ദർഭങ്ങളിൽ അതുണ്ട്. അത് പിന്നെ അതല്ല ചോദ്യം എന്നുള്ളതാണ്, ഞാൻ അതിലേക്ക് വിശദീകരിക്കണില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് കൊണ്ട് ഈ സഹോദരന് ഈ സ്വത്ത് ലഭിച്ച ഉപ്പയിൽ നിന്ന് ആ റെസ്പോൺസിബിലിറ്റി അയാൾ മരിക്കുന്നതോടുകൂടി അത് ഏറ്റെടുക്കാൻ മറ്റൊരാണില്ല. അതുകൊണ്ട് അതവർ കിട്ടേണ്ടിയിരുന്ന സഹോദരിക്ക് പോയി. അത്ര മാത്രമേ ഉള്ളൂ അതിൽ. അത് കൃത്യമാണ് ഇസ്ലാമിലെ നിയമം.